ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഹല്ലേലൂയ. ഒരു പ്രഭാതം കൂടെ കർത്താവ് ദാനമായി തന്നല്ലോ, കൃപയ്ക്കായിട്ട് സ്തോത്രം. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഹല്ലേലൂയ പ്രവാസ സന്ദേശവുമായി കടന്നു വരുവാൻ കർത്താവ് ഒരുക്കിയ സാവകാശത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്ത് കഴിഞ്ഞ ദിവസം കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ഹല്ലേലൂയ അല്പമായിട്ട് പറയുവാനിടയായി. അതിനാധാരമായിട്ട് ഇന്ന് ഒരു വാക്യം വായിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരും സുഖത്തോടും ക്ഷേമത്തോടും സന്തോഷത്തോടുമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ പെസഹ പെരുന്നാളിന് മുമ്പ് താൻ ഈ ലോകം വിട്ട് പിതാവിൻ്റെ അടുക്കൽ പോകുവാനുള്ള നാഴിക വന്നു എന്ന് യേശു പറഞ്ഞിട്ട് ലോകത്തിൽ തനിക്കുള്ളവരെ സ്നേഹിച്ചത് പോലെ അവസാനത്തോളം അവരെ സ്നേഹിച്ചു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ പറയുകയാണ്, തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ ഹല്ലേലൂയ അവസാനത്തോളം സ്നേഹിക്കുന്ന കർത്താവിൻ്റെ സ്നേഹം, ക്രിസ്തുവിൻ്റെ സ്നേഹം മാറ്റമില്ലാത്തതാ പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ കാണുന്നു കർത്താവ് ഹല്ലേലൂയ തൻ്റെ ശിഷ്യന്മാരെ തന്നെയല്ല, തനിക്കുള്ളവരെ ഹല്ലേലൂയ അവസാനത്തോളം സ്നേഹിച്ചുവെന്ന് ഇവിടെ എഴുതിയിരിക്കുക. ഹല്ലേലൂയ. തൻ്റെ ക്രൂശി മരണത്തോടടുത്തിരിക്കുന്നുവെന്ന് താൻ അറിഞ്ഞപ്പോൾ ഹല്ലേലൂയ താൻ ഇങ്ങനെയാണ് ഇവിടെ നമ്മളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ഈ ലോകം വിട്ട് പിതാവിൻ്റെ അടുക്കൽ പോകാനുള്ള നാഴിക വന്നു എന്ന് യേശു പറഞ്ഞിട്ട് ലോകത്തിൽ തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ അവസാനത്തോളം അവരെ സ്നേഹിച്ചു. ഹല്ലേലൂയ. കഴിയണം പ്രിയമുള്ളവരെ. അതാ ദൈവത്തിന് കർത്താവിൻ്റെ സ്നേഹം അല്ലേ, ഒരു ദിവസത്തെ സ്നേഹമല്ല, അവസാനത്തോളം സ്നേഹിക്കുന്ന സ്നേഹമാണ് നമ്മുടെ കർത്താവിൻ്റെ സ്നേഹം. ആ കർത്താവിൻ്റെ സ്നേഹത്തിൽ വസിപ്പാൻ, ആ കർത്താവിൻ്റെ സ്നേഹത്തിൽ മുന്നേറുവാൻ നമുക്ക് കഴിയട്ടെ പ്രിയമുള്ളവരെ. അതാ ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ 9-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്ന ഒരു വാക്യമുണ്ട്, കർത്താവിൻ്റെ സ്നേഹം ദിവ്യമായതെന്ന. ഹല്ലേലൂയ. എന്താ? പിതാവിനെ സ്നേഹിക്കുന്നത് പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു, എൻ്റെ സ്നേഹത്തിൽ വസിപ്പീൻ. പറയുക, കർത്താവ് പറയുക, എൻ്റെ സ്നേഹത്തിന് നിങ്ങൾ വസിക്കണമെന്ന്. ഹല്ലേലൂയ. പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, അതുകൊണ്ട് ആ സ്നേഹത്തിൽ നിങ്ങൾ വസിക്കണം. നമുക്ക് കഴിയണം പ്രിയമുള്ളവരെ കർത്താവിൻ്റെ സ്നേഹത്തിൽ വസിപ്പാൻ. ഹല്ലേലൂയ. ഈ 15-ാം അധ്യായം 1 മുതൽ വായിക്കുമ്പോൾ വളരെ അനുഗ്രഹിക്കപ്പെട്ട വാക്യങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്. അതിലേക്കൊന്നും ഞാൻ കടന്നു പോകുന്നില്ല. ഇവിടെ പറയുന്നു, നിങ്ങൾ ഹല്ലേലൂയ എൻ്റെ സ്നേഹത്തിൽ വസിക്കണം, സ്നേഹത്തിൽ വസിക്കണം. ഹല്ലേലൂയ. അതാ കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അതൊരിക്കലും കളങ്കമില്ലാത്ത സ്നേഹമാണ് കർത്താവിൻ്റെ സ്നേഹം. ആ സ്നേഹം നമുക്ക് കർത്താവിന് അങ്ങോട്ട് കൊടുക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? നമ്മളെ കർത്താവ് സ്നേഹിച്ചതുപോലെ ഇന്ന് രാവിലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയുവാനുള്ളത്, നമ്മളെ കർത്താവ് സ്നേഹിച്ചതുപോലെ ഹല്ലേലൂയ നമുക്ക് അവനെ സ്നേഹിപ്പാൻ കഴിയുന്നുണ്ടോ? ഹല്ലേലൂയ. കർത്താവ് നമ്മളെ സ്നേഹിച്ചത് കൊണ്ടാണ് പ്രിയമുള്ളവരെ നമ്മൾ നിലനിൽക്കുന്നത് തന്നെ. അല്ലേ, നമ്മൾ തകർന്നു പോകാമായിരുന്നു, ഇല്ലാതെ പോകാമായിരുന്നു. എന്നാൽ നമ്മളെ സ്നേഹിക്കുന്ന ഒരുവനുള്ളത് കൊണ്ടാണ് നമ്മൾ നിൽക്കുന്നതെന്ന് ഇന്ന് രാവിലെ എനിക്ക് പറയുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ഹല്ലേലൂയ. ഇവിടെ പറയുകയാണ്, ഹല്ലേലൂയ. ദൈവത്തിന് ആദ്യം ഞാൻ വായിച്ചു, അത് അവസാനത്തോളമുള്ള സ്നേഹമാണ്, ഒരു ദിവസത്തേക്കുള്ള സ്നേഹമല്ല കർത്താവിൻ്റെ സ്നേഹം. ഈ ലോകത്തിൽ നമ്മൾ നോക്കുമ്പോൾ അല്ലേ, നമ്മളെ സ്നേഹിക്കുന്നവർ പലരും കാണും, നമ്മളെ സ്നേഹിക്കുന്ന പറയുന്നവർ കാണും, എന്നാൽ അത് പലപ്പോഴും അത് വിട്ടുപോകുന്ന സ്നേഹമാണ് പ്രിയമുള്ളവരെ. നമുക്കറിയാം, ഇന്ന് സഹോദരന്മാരെ ഹല്ലേലൂയ ദൈവത്തിന് മറ്റുള്ളവർ ഹല്ലേലൂയ എല്ലാവരുമായിട്ടും ബന്ധം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന, സ്നേഹിപ്പാൻ കഴിയാതെ വണ്ണം അന്യമന്യ കുറ്റവും കുറവും പറഞ്ഞ് കുറ്റം കണ്ടുപിടിച്ച് മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളായിരിക്കുന്നത്. എന്നാൽ കർത്താവ് പറയുക, ഞാൻ നിങ്ങളെ അവസാനത്തോളം സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. ഒരു ദിവസത്തെ സ്നേഹമല്ല. അല്ലെങ്കിൽ നമ്മൾ ലോകത്തിൽ നോക്കുമ്പോൾ മറ്റു മനുഷ്യർ അല്ലെങ്കിൽ ഒരു ദിവസം സ്നേഹിക്കും, പിന്നെ സ്നേഹിക്കത്തില്ല. ഹല്ലേലൂയ. എന്തെങ്കിലും ഇച്ചിരി വെറുപ്പുണ്ടായാൽ പിന്നെ കുറ്റവും കുറവും പറഞ്ഞ് നടക്കുവാൻ മാത്രമേ അറിയത്തുള്ളൂ. എന്നാൽ കർത്താവ് പറയുകയാണ്, ഹല്ലേലൂയ, ഞാൻ നിങ്ങളെ അവസാനത്തോളം, എന്നിട്ട് പറയുന്നു, എൻ്റെ സ്നേഹത്തിൽ നിങ്ങൾ വസിപ്പീനെന്ന്. ഇതിൻ്റെ 13-ാം വാക്യം വായിക്കുമ്പോൾ, സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കുമില്ലെന്ന. ദൈവത്തിൻ്റെ സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിൻ്റെ സ്നേഹം, ക്രിസ്തുവിൻ്റെ സ്നേഹം യാഗപരമായിട്ടുള്ളതാ പ്രിയമുള്ളവരെ. എന്താ? ജീവനെ കൊടുക്കുന്ന സ്നേഹമാണ്. ഹല്ലേലൂയ. അതാ കർത്താവിൻ്റെ സ്നേഹം. ഹല്ലേലൂയ. സ്വന്തം ജീവനെ നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമായി കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ. തീർത്ത സ്നേഹമാണ് നമ്മുടെ കർത്താവിൻ്റെ സ്നേഹം. ഹല്ലേലൂയ. ആ സ്നേഹത്തിൽ വസിപ്പാൻ നമുക്ക് കഴിയണം. ഇവിടെ പറയുക, സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കുമില്ല. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ചെയ്താൽ നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാർ തന്നെ. ഹല്ലേലൂയ. അതാ പ്രിയമുള്ളൊരു വചനം നമ്മളെ പഠിപ്പിക്കുന്നത്, നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാർ, ഞാൻ നിങ്ങളോട് അതിന് മേളിൽ പറയുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്ന പോലെ നിങ്ങളും തമ്മിൽ
തമ്മിൽ സ്നേഹിക്കണമെന്നാകുന്നു എൻ്റെ കൽപ്പനയെന്ന്. ഹല്ലേലൂയ. നമുക്ക് കഴിയുമോ? നമ്മളെ സ്നേഹിച്ച കർത്താവ്, ഹല്ലേലൂയ, നമ്മളെ കരുതുന്ന കർത്താവ്, ആ കർത്താവ് സ്നേഹിച്ച പോലെ തമ്മിൽ സ്നേഹിപ്പാൻ നമുക്ക് കഴിയണം. ദൈവത്തിൻ്റെ സ്തോത്രം. മറ്റുള്ളവരുടെ കുറവുകൾ, കുറ്റങ്ങൾ പറഞ്ഞ് നടപ്പാനല്ല, അവരെ സ്നേഹിപ്പാൻ നമുക്ക് കഴിയണം പ്രിയമുള്ളവരെ. അതാ കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത്. അതാ കർത്താവിൻ്റെ സ്നേഹം. ഹല്ലേലൂയ. അതാ കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്ന സ്നേഹം. നമുക്കറിയാം, യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ പലപ്പോഴും നമുക്കറിയാവുന്ന കാര്യമാണ്. ദൈവത്തിന് സ്തോത്രം. യേശുവിനെ തള്ളിപ്പറഞ്ഞിട്ട് നമുക്കറിയാം, പത്രോസ്, ഹല്ലേലൂയ, അവൻ അതിദുഃഖിതനായി കരഞ്ഞ്, ഹല്ലേലൂയ, യേശുവിൻ്റെ ക്രൂശീകരണ സമയത്ത് യേശുവിൻ്റെ പിന്നാലെ പോയപ്പോൾ യേശു പത്രോസിനോട് പറയുന്നുണ്ടോ, നീ കോഴി കൂവും മുമ്പ് എന്നെ 3 വട്ടം തള്ളി പറയും. എന്നാൽ ദൈവത്തിന് സ്തോത്രം, അവനാണയിട്ട് ഒരിക്കലും ഞാൻ അങ്ങനെ പറയത്തില്ല എന്നോ പറഞ്ഞു. എന്നാൽ ദൈവത്തിന് സ്തോത്രം, നമുക്കറിയാം, ഒരു സ്ത്രീയുടെ മുൻപ് താൻ 3 വട്ടം യേശുവിനെ തള്ളിപ്പറഞ്ഞ പത്രോസിനെ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു. എന്നാൽ ഹല്ലേലൂയ, യേശു അവനെ നോക്കിയപ്പോൾ അവൻ അതിദുഃഖത്തോട് പോയി, ഹല്ലേലൂയ, കരഞ്ഞു. ഹല്ലേലൂയ, ദൈവസന്നിധിയിൽ, ഹല്ലേലൂയ, അനുദപിച്ചതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു പ്രിയമുള്ളവരെ. അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്കറിയാം, പത്രോസും ശിഷ്യന്മാരുമായി 21-ാം അധ്യായം യോഹന്നാന്റെ സുവിശേഷം വായിക്കുമ്പോൾ അവർ, ഹല്ലേലൂയ, അവർ വള്ളവും വലയും എടുത്തിട്ട് അവർ പഴയ ജോലിക്കും കടന്നു പോയതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. പത്രോസ് ശിഷ്യന്മാരോട് പോകെ പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു, നിങ്ങളും വരുന്നോ? ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് പത്രോസ് അവരെയും കൂട്ടി, ഹല്ലേലൂയ, അവിടെ ഇങ്ങനെ നമ്മൾ കാണുന്നത്, അവരെ അതിന് ശേഷം, ഹല്ലേലൂയ, തിബരിയാസ് കടൽക്കരയിൽ വെച്ച് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായ അത് ഈ വിധമായിരുന്നു. ശീമോൻ പത്രോസ്, ദിദിമോസ് എന്ന തോമസ്, ഗലീലയിലുള്ള ഹനായിലെ നദനയിലും, ഹല്ലേലൂയ, സെബദി മക്കളും അവൻ്റെ ശിഷ്യന്മാരും, അന്നേ വേറെ 2 പേരും ഒരുമിച്ച് കൂടി ശീമോൻ പത്രോസ് അവരോട്, ഞാൻ മീൻ പിടിപ്പാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഞങ്ങളും പോരുന്നു എന്ന് അവൻ പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം, അന്ന് രാത്രി അവർ, ഹല്ലേലൂയ, ഒന്നും പിടിച്ചില്ല പ്രിയമുള്ളവരെ. അന്ന് രാത്രി മുഴുവനും അവർ അധ്വാനിച്ചു. ഒന്നും കിട്ടിയില്ല. പത്രോസിനെ വിളിച്ചപ്പോഴും ഇങ്ങനെയായിരുന്നു. നമുക്ക് ലൂക്കോസിന്റെ 5-ാം അധ്യായം വായിക്കുമ്പോൾ അത് കാണുവാൻ കഴിയുന്നു. ഇവിടെയും അതാ, അന്ന് രാത്രി മുഴുവനും അവർ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. എന്നാൽ ഹല്ലേലൂയ, അവരെ പ്രതീക്ഷിച്ച് കരയിൽ നിന്ന് ഒരു യേശുവിനെയാണ് നമുക്ക് അവിടെ കാണുന്നത്. പത്രോസ് തള്ളി പറഞ്ഞിട്ടും യേശുവിൻ്റെ സ്നേഹം അവിടെ കാണിക്കുന്നത്. യേശു, ഹല്ലേലൂയ, തൻ്റെ ശിഷ്യന്മാരെ അതുപോലെ സ്നേഹിച്ചു. ഹല്ലേലൂയ, പ്രത്യേകിച്ച് പത്രോസിനെ സ്നേഹിച്ചു. പത്രോസ്, ഹല്ലേലൂയ, തള്ളി പറഞ്ഞിട്ടും പത്രോസിനെ അന്വേഷിച്ച് യേശു കരയിൽ അവർക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു യേശുവിനെയാണ് നമ്മൾ കാണുന്നത്. പ്രിയമുള്ളവരെ, നമ്മളെത്ര പുറകോട്ട് പോയാലും, തള്ളിപ്പറഞ്ഞാലും, പിന്മാറിപ്പോയാലും നമ്മളെ സ്നേഹിക്കുന്ന ഒരു കർത്താവുണ്ടെന്ന് ഇന്ന് രാവിലെ അതിശക്തമായിട്ട് ദൈവവചനത്തിൽ കൂടി ഞാൻ പറയുക. നിങ്ങൾ പിന്മാറ്റിയ അവസ്ഥയിലാണോ? എന്നാൽ നിന്നെ സ്നേഹിക്കുന്ന ഒരു കർത്താവുണ്ട്. മടങ്ങി വരിക, ദൈവ സ്നേഹത്തിലേക്ക് നീ മടങ്ങി വരിക. ഹല്ലേലൂയ, നമ്മെ സ്നേഹിക്കുന്ന കർത്താവിൻ്റെ സന്നിധിയിൽ ഒന്ന് കടന്നു വാ. കർത്താവ് നമ്മളെ മാടി വിളിക്കുക. പ്രിയമുള്ളവർ, ഇവിടെ കാണുന്നത് ഈ പ്രകാരമാ. ദൈവത്തിന് സ്തോത്രം. അവരിന്ന് രാത്രി ഒന്നും പിടിച്ചില്ലെന്ന. എന്നാൽ പത്രോസ്, ഹല്ലേലൂയ, അവർ, ഹല്ലേലൂയ, കരയിൽ യേശു നിൽക്കുന്നത് എന്താ? അവരന്ന് രാത്രി മുഴുവനും അധ്വാനിച്ചു. വളരെ ക്ഷീണിതരായി വരുന്ന ശിഷ്യന്മാർക്ക് ഭക്ഷണം ഒരുക്കി കാത്തിരിക്കുക. ഹല്ലേലൂയ, നമുക്കറിയാം, കനലിൽ ചുട്ടി അപ്പവും മീനുമായിട്ട് യേശു കരയിൽ കാത്തിരിക്കുക. അതാ ദൈവത്തിന്, കർത്താവിൻ്റെ സ്നേഹം. ഹല്ലേലൂയ, നമ്മൾ മുന്നോട്ട് വായിക്കുമ്പോൾ കാണുന്നത് ഇങ്ങനെയാണ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, പത്രോസിനോട് പറയുന്നു, ഇവിടെ വല വീശുവിൻ എന്ന് പറഞ്ഞ് പത്രോസ് വല വീശിയപ്പോൾ പെരുത്ത മീൻ കൂട്ടം കിട്ടിയെന്നാണ് നമ്മളവിടെ വായിക്കുന്നത്. അന്ന് വരെ അവർ കണ്ടിട്ടില്ലാത്ത ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് പത്രോസിനോട് ചോദിക്കുന്നു 3 പ്രാവശ്യം. ഇനി ഏറ്റവും ചിന്തിപ്പിച്ച് അതാ, ഹല്ലേലൂയ, പ്രാതൽ കഴിഞ്ഞ ശേഷം ശീമോൻ പത്രോസിനോട്, യോഹന്നാൻ്റെ മകനായ ശീമോനെ, നീ ഇവരിലധികമായി എന്നെ വചനം മലയാളത്തിൽ പറഞ്ഞിരിക്കുന്ന ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നു. ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത്, നിനക്ക് കിട്ടിയ ഇതിലും അധികമായി എന്നെ സ്നേഹിക്കുന്നു. നിനക്ക് വലിയ നന്മ തന്നല്ലോ, വലിയ ഹല്ലേലൂയ നന്മ തന്നില്ലേ? ഹല്ലേലൂയ, ഇതിലും അധികമായിട്ട് എന്നെ സ്നേഹിക്കുന്നു. അല്ല, നമുക്ക് സ്നേഹിക്കുവാൻ കഴിയണം പ്രിയമുള്ളവരെ, കർത്താവിനെ. എന്നിട്ട് പത്രോസ് പറയുന്നു, ഓ കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട്. ഹല്ലേലൂയ, നീ അറിയുന്നു. എന്നിട്ട് പറയുകയാണ്, എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കാം. പത്രോസിനെ എന്തിനാ വിളിച്ചത്? ഹല്ലേലൂയ, അവനിൽ കൂടി ചില പ്രവൃത്തി ചെയ്തെടുക്കുവാൻ തമ്പുരാന് പദ്ധതി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവരെ കാത്ത് കരയിൽ നിന്ന കർത്താവ്, അവരെ സ്നേഹിക്കുന്ന ഒരു നല്ല കർത്താവ്.
ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് രണ്ടാമത് ചോദിക്കുന്നു, യോഹന്നാന്റെ മകനായ ശിമോൻ, നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിച്ചു. അതിന് അവൻ, കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നില്ലയോ എന്ന് പറഞ്ഞു. എൻ്റെ ആടുകളെ പാലിക്കാൻ അവനോട് മൂന്നാമത് അവനോട്, യോഹന്നാന്റെ മകനായ ശിമോനെ, നിനക്കെന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിച്ചു. എന്നോട് പ്രിയമുണ്ടോ എന്ന് നീ മൂന്നാമതും ചോദിക്കാൻ പത്രോസ് ദുഃഖിച്ചു. കർത്താവേ, നീ സകലതും അറിയുന്നു. എനിക്ക് എന്നിട്ടും പറയുക, കർത്താവേ, നീ സകലതും അറിയുന്നു, എനിക്ക് നിന്നോട് പ്രിയമുണ്ടെന്ന് നീ അറിയുന്നെന്ന. ഹല്ലേലൂയ. പത്രോസിന് അറിയാം സകലതും അറിയുന്ന ഒരു നല്ല കർത്താവ്. പ്രിയമുള്ളവരെ, നമ്മുടെ സകലതും അറിയുന്ന ഒരു നല്ല കർത്താവിനെ സ്നേഹിക്കാൻ നമുക്ക് കഴിയണം. പ്രിയമുള്ളവരെ, അതാ കർത്താവിൻ്റെ സ്നേഹം. അവരെ ഹല്ലേലൂയ പിന്മാറിപ്പോയിട്ടും അവർ വലയും വള്ളവും എടുത്തു പോയിട്ടും അവരെ കാത്തിരിക്കുന്ന ഒരു കർത്താവിനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ആ കർത്താവിനെ നമുക്ക് സ്നേഹിക്കുവാൻ കഴിയുന്നുണ്ടോ? പ്രിയമുള്ളവരെ, അവസാനത്തോളം സ്നേഹിച്ചു. ഹല്ലേലൂയ. സ്നേഹത്തിൽ വസിക്കണം. ഹല്ലേലൂയ. അത് നമുക്ക് കഴിയണം. പ്രിയമുള്ളവരെ, ഇന്ന് രാവിലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാനുള്ളത്, അവസാനത്തോളം കർത്താവ് പറയുക, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണം. അതാ കൽപ്പന. നമ്മളെ സ്നേഹിച്ചതുപോലെ നമുക്കും സ്നേഹിക്കുവാൻ കഴിയണം. പ്രിയമുള്ളവരെ, ദൈവസ്നേഹത്തിൽ നമുക്ക് മുന്നേറുവാൻ കഴിയട്ടെ. ഈ വചനത്തിങ്ങളാൽ ദൈവം നമ്മളെ സഹായിക്കട്ടെ. പരിശുദ്ധനായ കർത്താവ് നല്ല അനുഗ്രഹിക്കപ്പെട്ട വചനം തന്നു. ഓർത്ത് സ്തോത്രം. കർത്താവേ, ഈ ദിവസങ്ങളിൽ കർത്താവ് ഞങ്ങളെ സ്നേഹിച്ചതുപോലെ ഞങ്ങൾ തമ്മിൽ സ്നേഹിക്കുവാൻ കഴിയട്ടെ. കർത്താവേ, ഹല്ലേലൂയ. കർത്താവിൻ്റെ സ്നേഹത്തിൽ വസിക്കുവാൻ അവസാനത്തോളം ഞങ്ങളെ സ്നേഹിച്ച കർത്താവ്, ക്രൂശിലെ മരണത്തോളം ഞങ്ങളെ സ്നേഹിച്ച കർത്താവ്, ആ കർത്താവിൻ്റെ പദവിയുടെ കടന്നു വരുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞതോർത്ത് സ്തോത്രം. നിങ്ങളെ സമ്പൂർണ്ണമായി താഴ്ത്തുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിക്ക് ആ സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം.